ഈ പറയുന്ന ആള് ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്, ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യ ഇസ് നോട്ട് എ മെമ്പർ. ഇയാൾ ചെയ്യുന്ന പർപ്പസ് ഇത്രയേ ഉള്ളൂ, പല രാജ്യങ്ങളും വേറെ പല രാജ്യങ്ങളിലും ചെന്ന് ഇൻവെസ്റ്റ് നടത്തുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ ഒരുപാട് ഫോറിൻ കമ്പനീസ് വന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചെടുക്കുന്ന സമയത്ത് ഇന്ത്യ തരില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം? ആ പർട്ടിക്കുലർ കമ്പനിക്ക് ടെക്നിക്കലി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാര്യമായിട്ട് ഇല്ല. ഇപ്പൊ എന്തുണ്ടാവും, ആ ഒരു പർട്ടിക്കുലർ രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ട്രസ്റ്റ് നഷ്ടപ്പെടല്ലേ ചെയ്യുക. അപ്പൊ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഒരു സൗറിൻ എൻറ്റിറ്റിയും വേറൊരു പ്രൈവറ്റ് കമ്പനിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസോ ഉണ്ടാകുന്ന സമയത്ത് അത് നെഗോഷിയേറ്റ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്യുന്നതിനുള്ള ഒരു വേൾഡ് ബാങ്കിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട്. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ ഇതിലെ മെമ്പർ ആവാതിരിക്കാൻ കാരണം? മിക്കവാറും ഈ ഡിസ്പ്യൂട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒരു വശത്തുണ്ടാവും, മറുവശത്ത് ഏതെങ്കിലും ഡെവലപ്ഡ് കൺട്രിയിലെ ഒരു കമ്പനി ആയിരിക്കും. ഈ പറയുന്ന ഇന്റർനാഷണൽ സെന്റർ ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന ആ ഒരു മെക്കാനിസം അല്ലെങ്കിൽ അതിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഇന്ത്യയിൽ നിന്നുള്ള മെമ്പേഴ്സ് ആവില്ലല്ലോ. കൂടുതൽ വോട്ടിംഗ് ഷെയറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഡെവലപ്ഡ് കൺട്രീസാ. അവരുടെ റെപ്രസെന്റേറ്റീവ്സിനല്ലേ അങ്ങോട്ടേക്ക് വിടാ. അപ്പൊ ഡിസ്കഷന്റെ അവസാനം, നെഗോഷിയേഷന്റെ അവസാനം വാട്ട് ആർ വി എക്സ്പെക്ടിങ്? ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനാണോ സാധ്യത? ഡെവലപ്ഡ് കൺട്രിയിലെ ആ കമ്പനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻ ആണോ സാധ്യത? മോസ്റ്റ്ലി ദി ഡിസിഷൻ വുഡ് ബി ഇൻ ഫേവർ ഓഫ് കമ്പനീസ് ഇൻ ഡെവലപ്ഡ് കൺട്രി. ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ട് പലപ്പോഴും വരാറില്ല, അല്ലെങ്കിൽ പല നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസസിൽ ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ട് ഡിസിഷൻ വരാറില്ല. പലപ്പോഴും MNCസിന് ഫേവറബിൾ ആയിട്ടാണ് ഡിസിഷൻ വരാറ്. ഇപ്പൊ ഇൻ കേസ് ഇന്ത്യന്റെ മെമ്പർ ആണെങ്കിൽ അവർ പറയാണ് ഇന്ത്യ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു മോറൽ ഒബ്ലിഗേഷൻ, നിർബന്ധമായിട്ടും ചെയ്യണം എന്നല്ല, നമുക്കൊരു മോറൽ ഒബ്ലിഗേഷൻ വന്നു. ഇന്റർനാഷണൽ സ്പിയറിലൊക്കെ ഇന്ത്യയുടെ ഈ ആക്ഷൻ ക്രിട്ടിസൈസ് ചെയ്യും, കറക്റ്റ് അല്ല? ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ ഇസ് നോട്ട് പാർട്ട് ഓഫ് ഈ പറയുന്ന ICSD എന്ന് പറയും, ഇന്റർനാഷണൽ സെന്റർ ഫോർ സെറ്റിൽമെന്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡിസ്പ്യൂട്ടിൽ ഇന്ത്യ ഭാഗമല്ലാത്തത്. ഐഡിയ ക്ലിയർ അല്ലേ? എന്താണ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്? ഒരു സൗറിൻ എൻറ്റിറ്റിയും ഇന്ത്യയിലാണെങ്കിൽ അതൊരു പ്രശ്നമില്ല, ഇന്ത്യൻ കമ്പനി ഇന്ത്യക്കുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, അപ്പോ ആ കമ്പനി ഇന്ത്യ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഏജൻസിയുടെ ആവശ്യമില്ല, നമുക്ക് എങ്ങോട്ട് പോവാം? നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ പോവാം, നാഷണൽ കമ്പനി ലോ അപ്പീലേറ്റ് ട്രിബ്യൂണൽ പോവാം, ഹൈക്കോർട്ട് പോവാം, സുപ്രീം കോർട്ട് പോവാം. പക്ഷെ ഒരു ഫോറിൻ കമ്പനി ഇന്ത്യ ഗവൺമെന്റ് ആയിട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ പറയുന്ന പരിപാടിയൊന്നും നടക്കില്ല. മനസ്സിലായോ? അഥവാ നടന്നാലും ഇന്ത്യക്കുള്ളിൽ ഡിസ്പ്യൂട്ട് കേട്ട മോസ്റ്റ്ലി ആർക്ക് ഫേവർ ആയിരിക്കും? മോസ്റ്റ്ലി ആർക്ക് ഫേവറബിൾ ആയിരിക്കും? കുറെയൊക്കെ സിറ്റുവേഷനിൽ ഇന്ത്യൻ ഗവൺമെന്റിന് ഫേവറബിൾ ആയിരിക്കും. അപ്പൊ എന്താണ്, ഫോറിൻ കമ്പനിക്ക് അതിൽ ട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു ഇഷ്യൂ പരിഹരിക്കാനാണ് ഒരു ഇന്റർനാഷണൽ നെഗോഷിയേഷൻ ഫ്ലോറ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ കൺസെപ്റ്റ്? ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഇന്ത്യന്റെ മെമ്പർ അല്ല, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് വൺ, മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി. ഞാൻ ഈ ഒരു കൺസെപ്റ്റിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗവൺമെന്റ് സ്കീമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. നമ്മൾ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി ഏജൻസി അല്ലെങ്കിൽ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്ന ഒരു ആശയം പഠിച്ചിരുന്നു. എന്തായിരുന്നു ഒന്ന് ഓർത്തെടുത്ത്? എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ആ ഒരു ആശയം? ഇന്ത്യയിൽ നിന്ന് ഒരു കമ്പനി വേറൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാണ്. അപ്പൊ പല റീസൺസുകൾ കൊണ്ട് അവർക്ക് എക്സ്പോർട്ട് ചെയ്ത പൈസ തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ അത് എന്ത് കൊടുക്കും? ഗവൺമെന്റ് അവർക്കൊരു ഇൻഷുറൻസ് കവറേജ് കൊടുക്കും. സിമിലർലി ആ കമ്പനിക്ക് ലോൺ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ബാങ്ക്സ് ആണെങ്കിൽ ആ ബാങ്കിനും ആ പൈസ ഇൻഷുറൻസ് ആര് പ്രൊവൈഡ് ചെയ്യും? ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. എന്തായിരുന്നു പർപ്പസ്? ഇൻക്രീസ് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ. ഇത്തരത്തിലുള്ള ഒരു സിമിലർ ഐഡിയ എന്താണ് വേൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് പ്രൊമോട്ട് ചെയ്യണം. എന്താ, പലപ്പോഴും പല ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെയും ആഗ്രഹം അല്ലെങ്കിൽ സേഫ്റ്റി ഡെവലപ്ഡ് കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. ഡെവലപ്ഡ് കൺട്രീസ് ആണെങ്കിൽ എന്താ പ്രത്യേകത? അവർക്ക് കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും, കൃത്യമായിട്ടുള്ള ഗവേണൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കും, എഫിഷ്യന്റ് ജുഡീഷ്യറി ഉണ്ടാവും. ഇതൊക്കെ ഒരു ആശയങ്ങളാണ് അല്ലെ. മൊത്തത്തിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അവർ എപ്പോഴും ഡെവലപ്ഡ് കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും. ഡെവലപ്പിങ്ങിലോ പുവർ കൺട്രീസിലോ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്.
ഇപ്പൊ ഈ ഡെവലപ്പിംഗ് കൺട്രീസിലേക്കോ പുവർ കൺട്രീസിലേക്കോ ഇൻവെസ്റ്റ്മെന്റ് എത്തിക്കുന്നതിന് വേണ്ടി വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് എന്ത്? മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി. ഇപ്പൊ എന്താണ് ഈ മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഒരു മിഡിൽ ഇൻകത്തിലോ ഒരു പുവർ കൺട്രീസിലോ ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്താവാം? ആ രാജ്യത്ത് സിവിൽ വാറോ അല്ലെങ്കിൽ ഏതെങ്കിലും എത്തനിക് ഡിസ്പ്യൂട്ടോ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയോ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ അതിനെ വിളിക്കും നോൺ കൊമേഴ്ഷ്യൽ ലോസ്. എന്താ വാക്ക്? നോൺ കൊമേഴ്ഷ്യൽ ലോസ്. കൊമേഴ്ഷ്യൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനി അവിടെ ഇൻവെസ്റ്റ് ചെയ്തു, അവർ ചെയ്യുന്ന ബിസിനസ് തന്ത്രങ്ങൾ പാളിപ്പോയി കഴിഞ്ഞാൽ ഇവരതിന് ഇൻഷുറൻസ് കൊടുക്കാന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അത് കമ്പനിയുടെ മാത്രം ഫെയിലിയർ അല്ലേ? മറിച്ച് ആ രാജ്യത്ത് ഒരു സിവിൽ വാർ നടന്നു, കമ്പനി പൊട്ടിപ്പോയി, കമ്പനിയുടെ പ്രശ്നമല്ലല്ലോ. ഇനി അതേപോലെ ആ രാജ്യത്തെ ഗവൺമെന്റ് വീണു, വേറെ ഗവൺമെന്റ് വന്നില്ല, മിലിറ്ററി ഗവൺമെന്റ് വന്നു, ആ കമ്പനിയോട് അടയ്ക്കാൻ പറഞ്ഞു, ഇത് ആ കമ്പനിയുടെ പ്രശ്നമല്ലല്ലോ. ഇത്തരം പ്രശ്നത്തെ വിളിക്കുന്ന പേരാണ് നോൺ കൊമേഴ്ഷ്യൽ ലോസ്. ഇപ്പൊ നോൺ കൊമേഴ്ഷ്യൽ ലോസ് പോലെയുള്ള സിറ്റുവേഷൻ വരാണെങ്കിൽ വി വിൽ ഹെൽപ്പ് യു വിത്ത് ഇൻഷുറൻസ്. ആ ഇൻഷുറൻസ് പോലെയുള്ള ഒരു കവറേജ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിന് വിളിക്കുന്ന പേരാണ് മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി. ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? എന്താ? ഡെവലപ്ഡ് കൺട്രിയിൽ നിന്നും ഡെവലപ്പിംഗും പുവർ കൺട്രീസിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫ്ലോ ചെയ്യുന്നതിന് വേണ്ടി ഗ്യാരണ്ടി ചെയ്യുന്ന വേൾഡ് ബാങ്ക് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മൾട്ടിലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടി ഏജൻസി. ഏത് തരം ലോസസ് ആണ് ഇതിൽ കവർ ചെയ്യാറുള്ളൂ? നോൺ കൊമേഴ്ഷ്യൽ ലോസസ്. നമ്മുടെ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമും പറഞ്ഞില്ലേ, അവിടെയും നോൺ കൊമേഴ്ഷ്യൽ ലോസസ് മാത്രമേ കവർ ചെയ്യുള്ളൂ കേട്ടോ. ആ എക്സ്പോർട്ടിംഗ് കമ്പനി വളരെ ഗുരുതരമായ ഒരു കാര്യം ചെയ്തു. എന്താ? അതിന് വേണ്ടി കുറെ പൈസ മിസ്അപ്രോപ്രിയേഷൻ ചെയ്തു. അപ്പൊ അത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രശ്നമല്ലേ? അത്തരം സിറ്റുവേഷനിൽ അവർക്ക് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമിന് അവൈലബിൾ ആവില്ല. നോൺ കൊമേഴ്ഷ്യൽ ലോസ് ആണെങ്കിൽ മാത്രമാണ് ECGS അവൈലബിൾ ആവുള്ളൂ. ഓക്കെ അല്ലേ? ലെറ്റ്സ് മൂവ് ടു ഫർദർ ഡിസ്കഷൻ. മേജർ റിപ്പോർട്ട്സ് പബ്ലിഷ്ഡ് ബൈ വേൾഡ് ബാങ്ക്. ഏറ്റവും ഇമ്പോർട്ടന്റ് റിപ്പോർട്ട് ഈ ആദ്യത്തെ ആയിരുന്നു, അതിപ്പോ പബ്ലിഷ് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്തിരുന്നത് വേൾഡ് ബാങ്ക് ആയിരുന്നു. 2022-23 കൂടി വേൾഡ് ബാങ്ക് അത് നിർത്തലാക്കി. അടുത്തൊരു ഇമ്പോർട്ടന്റ് റിപ്പോർട്ടാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരാളുടെ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് സ്റ്റാൻഡേർഡ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇതേപോലെയുള്ള പാരാമീറ്റേഴ്സ് വേൾഡ് ബാങ്ക് മെഷർ ചെയ്ത് ഓരോ രാജ്യത്തിനെയും എന്ത് ചെയ്യും? ടോപ്പ് ടു ബോട്ടം അറേഞ്ച് ചെയ്യുന്ന ഒരു ഇൻഡെക്സിനെ വിളിക്കുന്ന പേരാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻഡെക്സ്. തേർഡ് വൺ, വേൾഡ് ഡെവലപ്മെന്റ് റിപ്പോർട്ട്. ഈ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഇനിയും ഒരുപാട് റിപ്പോർട്ടുകൾ ഉണ്ട് കേട്ടോ. കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു 3 റിപ്പോർട്ടുകൾ ഞാൻ ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രം. ഓക്കെ അല്ല? ഓക്കെ, നെക്സ്റ്റ് വൺ. ആനുവലി ആണോ ബൈ ആനുവലി ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല മോള്, അത് ചെക്ക് ചെയ്യണം. മോസ്റ്റ്ലി 3ഉം ആനുവലി ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതൊന്ന് ചെക്ക് ചെയ്യൂട്ടോ, എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. പറയും. മേജർലി മെമ്പർ കൺട്രീസ് കൊടുക്കുന്ന പൈസ ആയിരിക്കും. അതേപോലെ അവരൊക്കെ ബോണ്ട് ഇറക്കും. മനസ്സിലായോ? ഈ പറയുന്ന വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് AAA റേറ്റഡ് ഏജൻസി എന്ന് പറയുമ്പോൾ അതിന്റെ 5 ഏജൻസി AAA റേറ്റഡ് ആയിരിക്കും. അവർക്കൊക്കെ ലോങ് ടേം ബോണ്ട് ഇറക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഗവൺമെന്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് ബോണ്ട് ഇറക്കില്ല, അതുപോലെ ഇവരുടെ ഒരു ബോണ്ട് ഇറക്കും, കടപ്പത്രം ഇറക്കും. അങ്ങനെ ഒരു ഫൈനാൻസ് മൊബിലൈസ് ചെയ്യും. അല്ലാതെ എല്ലാ പൈസയും വരുന്നത് മെമ്പർ കൺട്രി കോൺട്രിബ്യൂഷനിലൂടെ അല്ല. ഓക്കെ അല്ലേ? മെമ്പർ കൺട്രി കോൺട്രിബ്യൂഷൻ ക്വാട്ടയുണ്ട്, അതുപോലെ മെമ്പേഴ്സ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്, ഡൊണേഷനിലൂടെയും പൈസ കിട്ടും. പിന്നെ അവർ ബോണ്ട് ഇറക്കും. ഓക്കെ അല്ലേ? കൂടുതൽ വരുമാനം വരുന്നത് ബോണ്ടിലൂടെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WTOയിലേക്ക് വരുമ്പോൾ, ഈ WTOക്ക് മുന്നേ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, GATT, ഗാട്ട്. ഒരു കാലത്ത് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ ആളുകളുടെ ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരുന്നു ഈ ഗാട്ട് കരാർ എന്ന് പറയുന്നത്. ഗാട്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബിസിനസ് അല്ലെങ്കിൽ ട്രേഡ് വേൾഡ് മാർക്കറ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ആശയമായിരുന്നു ഈ ഗാട്ട്. ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ? ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ് അല്ലെങ്കിൽ താരിഫ് ആൻഡ് ട്രേഡ്. ഓർഡർ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് എക്സിസ്റ്റിംഗ് റൈറ്റ് നൗ.
ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ റീപ്ലേസ് ചെയ്ത് വന്നിട്ടുള്ള പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ വിളിക്കുന്ന പേരാണ് WTO. അപ്പൊ നമ്മുടെ ഡിസ്കഷൻ എവിടെ നിന്ന് തുടങ്ങാം? ഗാട്ടിന്റെ ഇഷ്യൂസ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് WTOയിലേക്ക് വരാം. അപ്പൊ ഗാട്ട് ഈസ് എ പ്രിഡിസിസർ ഓഫ് WTO. WTOക്ക് മുന്നുണ്ടായിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആദ്യം നമുക്ക് അത് നോക്കാം. ഓക്കെ, ഗാട്ട് എന്ന് പറയുമ്പോൾ അവിടെ ആകെ കവർ ചെയ്യുന്നത് ട്രേഡ് മാത്രമാണ്. ഇറ്റ് ഈസ് കവറിങ് ട്രേഡ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് കവറിങ് സർവീസസ്. അപ്പൊ ഗാട്ട് പോലുള്ള ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ട്രേഡ് മാത്രമായിരുന്നു ഇമ്പോർട്ടൻറ്റ്. 2024 സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രേഡിനോടൊപ്പം തന്നെ നമ്മൾ അതിന് ഉപയോഗിക്കും മെർക്കാൻഡൈസ് ട്രേഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഗുഡ്സ് ട്രേഡ് എന്ന് പറയും. ഗുഡ്സ് ട്രേഡിനോടൊപ്പം തന്നെ റീസെന്റ് ഡേയ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് സർവീസ് ട്രേഡ്. ഈ സർവീസ് ട്രേഡ് ഗാട്ടിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഡിസഡ്വാൻറ്റേജ് ഓഫ് ദി ഏർലിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗാട്ട്. സെക്കൻഡ് വൺ എന്താണ്? ഈ ഗാട്ട് കവർ ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് കൺട്രീസ് എന്ന് പറയുന്നത് 120 ആണ്. ഇറ്റ് വാസ് എലിമിനേറ്റഡ് ഇൻ 1994. 1994 ഗാട്ട് നിർത്തലാക്കുന്ന സമയത്ത് അതിന്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 120 ആണ്. ലോകത്ത് 120 അറൌണ്ട് 200 കൺട്രീസ് ഉണ്ട്. സോ വൈഡ് റെപ്രസെന്റേഷൻ ഈസ് മിസ്സിംഗ്. ഓക്കെ ആണല്ലോ. ആൻഡ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ഇൻ ഗാട്ട് വാസ് വെരി സ്ലോ ആൻഡ് ഫൈൻഡിങ്സ് വാസ് ബ്ലോക്ക്ഡ് ബൈ ഡെവലപ്ഡ് കൺട്രീസ് ഈസിലി. ഏതെങ്കിലും ഒരു ഡെവലപ്ഡ് കൺട്രീസിനെതിരെയാണ് ഗാട്ടിന്റെ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റിൽ ഒരു ഡിസിഷൻ വരുന്നതാണെങ്കിൽ ആ ഡിസിഷൻസ് മാക്സിമം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഈ ഗാട്ടിലെ മെമ്പേഴ്സ് നോക്കും. ദാറ്റ് ഈസ് ഇറ്റ് വാസ് നോട്ട് വെരി മച്ച് ഡെമോക്രാറ്റിക് ഇൻ നേച്ചർ. ഇറ്റ് വാസ് നോട്ട് വെരി മച്ച് ഡെമോക്രാറ്റിക് ഇൻ നേച്ചർ. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളാണ് പിന്നീട് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നത്? WTO എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ലീഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഗാട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞു, വിച്ച് ലെഡ് ടു WTO. അപ്പൊ WTO ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ ചില ട്രേഡ് റെസ്ട്രിക്ഷൻസിന് എക്സാമ്പിൾസ് പറഞ്ഞുതരാം കേട്ടോ. WTO came into existence in 1995. 1994 ഗാട്ട് പോയി, പകരം ആര് വന്നു? WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ജനീവ, സ്വിറ്റ്സർലാൻഡ്. വാട്ട് ആർ ദി ഇന്റൻഷൻ? വേൾഡ് ബാങ്ക് ആണെങ്കിലും IMF ആണെങ്കിലും അത് ക്രിയേറ്റ് ചെയ്തതിന് ചില പർപ്പസ് ഉണ്ട്. WTO ക്രിയേറ്റ് ചെയ്ത പർപ്പസ് എന്തൊക്കെയാണ്? അഡ്മിനിസ്റ്ററിങ് ട്രേഡ് അഗ്രിമെന്റ്സ്. ലോകരാജ്യങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള ട്രേഡ് അഗ്രിമെന്റ്സ് നെഗോഷിയേറ്റ് ചെയ്യാനും കൺക്ലൂഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. സെക്കൻഡ് വൺ, ഇറ്റ് ആക്ട് ആസ് എ ഫോറം ഫോർ ട്രേഡ് നെഗോഷിയേഷൻ. പല രാജ്യങ്ങൾ തമ്മിൽ പലതരത്തിലുള്ള ട്രേഡ് കരാറിൽ ഏർപ്പെടുമ്പോൾ എന്ത് വേണം? ഏതെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, ഏതൊക്കെ ഒഴിവാക്കണം, ഏതിനൊക്കെ ഹയർ ടാക്സ്, ഏതിനൊക്കെയാണ് ലോവർ ടാക്സ്, അങ്ങനെ പലതരത്തിലുള്ള നെഗോഷിയേഷന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം. നെഗോഷിയേഷൻ വരുമ്പോൾ ഒബ്വിയസ്ലി അവിടെ എന്ത് വരും? ഡിസ്പ്യൂട്ട്സ് വരും അല്ലെ? പല എഗ്രിമെന്റ് ഉണ്ടാവും, പല എഗ്രിമെന്റുകൾ സൈൻ ചെയ്യും, മിക്കവാറും പല രാജ്യങ്ങളും അത് വയലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡിസ്പ്യൂട്ട് അറൈസ് ചെയ്യും. ഇത്തരത്തില് ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഫ്ലോറയാണ് ഈ പറയുന്ന WTO. ലാസ്റ്റ് വൺ, റിവ്യൂവിങ് നാഷണൽ ട്രേഡ് പോളിസി. റിവ്യൂവിങ് നാഷണൽ ട്രേഡ് പോളിസി എന്ന് പറയുമ്പോൾ WTO എപ്പോഴും എന്ത് പ്രപ്പോസ് ചെയ്യുന്ന ആൾക്കാരാണ്? LPG റിഫോംസ് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ ഇന്ത്യ നാളെ ഒരു സുപ്രഭാതത്തിൽ പറയാണ്, ഞങ്ങൾ ഒരു കാരണവശാലും വിദേശ രാജ്യത്തിൽ നിന്ന് ഇമ്പോർട്ട് സ്വീകരിക്കില്ല എന്നൊരു കണ്ടീഷൻ പറയുകയാണെന്ന് വിചാരിക്കും. ഇന്ത്യ നാളെ തൊട്ട് ഒരു രാജ്യത്ത് നിന്ന് ഇനി ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങൾ എന്ത് മാത്രം ചെയ്യാൻ പോവാ? ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് മാത്രമേ ഇനി ഉപയോഗിക്കുള്ളൂ എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയണം. ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദി ഫിലോസഫി ഓഫ് LPG അല്ലെ? അല്ലെങ്കിൽ ഗ്ലോബൽ വില്ലേജ് അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് എതിരാണ്. അപ്പൊ ഇത്തരത്തിലെ ഏതെങ്കിലും ഒരു രാജ്യം ഈ ഫ്രീ ട്രേഡ് അല്ലെങ്കിൽ ലിബറലൈസ്ഡ് ട്രേഡ് എന്ന് പറയുന്ന ഒരു ആശയത്തിനെതിരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും ആ രാജ്യത്തിനോട് ആ പോളിസി റിവ്യൂ ചെയ്യാനൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് ആരുടെ ജോലിയാണ്? WTOയുടെ. അപ്പൊ WTO ബേസിക്കലി പ്രൊമോട്ട് വാട്ട്? ഫ്രീ ട്രേഡ്. ഫ്രീ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ട്രേഡ് ഇൻ ഗുഡ്സ് ആസ് വെൽ ആസ് സർവീസസ്. ഈ ബേസിക് ഐഡിയ ഓർത്തിരിക്കുക കേട്ടോ. WTO വാണ്ട്സ് ടു ഇംപ്ലിമെന്റ് ദി കൺസെപ്റ്റ് ഓഫ് ഫ്രീ ട്രേഡ്. ഫ്രീ ട്രേഡ് ഇൻ ഗുഡ്സ് ആസ് വെൽ ആസ് സർവീസസ്. ഇനി അടുത്ത ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്, ഫ്രീ ട്രേഡ് റെസ്ട്രിക്ട് ചെയ്യുന്നതിന് വേണ്ടി പല രാജ്യങ്ങളും പല ടൂളുകളും ഉപയോഗിക്കാറുണ്ട്.
ഫ്രീ ട്രേഡ് റെസ്ട്രിക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യം വേറൊരു രാജ്യവുമായി എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവർ പല ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ട്. വാട്ട് ആർ ദി ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആർ യൂസ്ഡ്? ആ ടൂൾസ് ആൻഡ് ടെക്നിക്സിനെ നമ്മൾ ബേസിക്കലി രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഫസ്റ്റ് വൺ താരിഫ് മെഷേഴ്സ്, സെക്കൻഡ് വൺ നോൺ താരിഫ് മെഷേഴ്സ്. ഈ താരിഫ് മെഷേഴ്സിനും നോൺ താരിഫ് മെഷേഴ്സിനും ജനറലി വിളിക്കുന്ന പേരാണ് ട്രേഡ് ബാരിയേഴ്സ്. ട്രേഡ് ബാരിയേഴ്സ് അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് ബാരിയേഴ്സ്. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഫ്രീ ആയി ഗുഡ്സോ സർവീസസോ ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യുന്നതിന് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ടൂൾസ് ആണ്. ദസ് ടൂൾസ് ആർ ഡിവൈഡഡ് ഇൻ ടു താരിഫ് ആൻഡ് നോൺ താരിഫ്. താരിഫ് എന്ന് പറയുമ്പോൾ ഒരു സംശയം വിചാരിക്കേണ്ട, ഇറ്റ്സ് എ ടാക്സ്. ഇറ്റ്സ് എ ടാക്സ്. ടാക്സ് എന്ന് പറയുമ്പോൾ എന്താ? ഇമ്പോർട്ട് ടാക്സ്. ഇമ്പോർട്ടിന് മാത്രമല്ല കേട്ടോ, പല രാജ്യങ്ങളും എക്സ്പോർട്ട് ഡിസ്കറേജ് ചെയ്യുന്നതിന് വേണ്ടി എക്സ്പോർട്ട് ടാക്സ് എന്ന് പറയുന്ന ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയാലോ, ഇന്ത്യയിൽ ഈ വർഷം വീറ്റിന്റെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. വീറ്റിന്റെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അപ്പൊ എന്ത് വേണം? ഈ വർഷം ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത വീറ്റ് എന്ന് പറയും ഇന്ത്യയിലെ ആളുകൾക്ക് തന്നെ തികയില്ല. വളരെ മോശം സിറ്റുവേഷന്. ആ സമയത്ത് ഒരു വീറ്റ് പ്രൊഡ്യൂസിങ് കമ്പനി അവരുടെ കയ്യിലുള്ള വീറ്റ് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിൽ എന്താ സംഭവിക്കുക? അഗെയിൻ ഷോർട്ടേജ് ഓഫ് വീറ്റ്, ഇൻഫ്ലേഷൻ വിൽ ടേക്ക് പ്ലേസ്. ആ സമയത്ത് വീറ്റിന്റെ എക്സ്പോർട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടി വരും? എക്സ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്യണം. എക്സ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്യാൻ ഏറ്റവും നല്ല ടൂൾ എന്താ? എക്സ്പോർട്ട് ചെയ്യുന്ന വീറ്റിന് മുകളിൽ ഒരു എക്സ്പോർട്ട് ടാക്സ് ഇമ്പോസ് ചെയ്യും. അപ്പൊ ടാക്സും കൂടി ചേർത്ത പൈസക്കല്ല അവർക്ക് വിദേശ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യൻ വീറ്റിന്റെ പൈസ കൂടില്ലേ? ഇപ്പൊ ഫോറിൻ കൺട്രി അത് വാങ്ങോ? ഇല്ല. അപ്പൊ അൾട്ടിമേറ്റ്ലി അത് എവിടെ തന്നെ വിൽക്കേണ്ടി വരും? ഇന്ത്യയിൽ തന്നെ വിൽക്കേണ്ടി വരും. ആക്ച്വലി അത് ഒരു ട്രേഡ് ബാരിയർ അല്ലേ? ആ കമ്പനിക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് ചെയ്യുന്നതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു ടൂൾ അല്ലേ? അപ്പൊ താരിഫ് മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ടാക്സ്. എന്ത് തരം ടാക്സ്? ഇമ്പോർട്ട് ടാക്സ്, എക്സ്പോർട്ട് ടാക്സ്, പിന്നെയുണ്ട് കേട്ടോ ഇതിലൊക്കെ അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, എക്സൈസ് ഡ്യൂട്ടി. പക്ഷെ ആ വാക്കുകൾ പലതും പോയിട്ടാണ് പകരം GST അല്ലെങ്കിൽ IGST ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. ഇപ്പൊ ജനറലി എന്തെന്ന് ആലോചിക്കുക, താരിഫ് മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് മെഷേഴ്സ് ആണ്. ഇമ്പോർട്ട് ടാക്സ് അല്ലെങ്കിൽ എക്സ്പോർട്ട് ടാക്സ്. ക്ലിയർ അല്ലേ? ഇനി നോൺ താരിഫ്, ടാക്സ് അല്ലാതെ നമുക്ക് എന്തെല്ലാം ടെക്നിക്കുകൾ ഉപയോഗിക്കാം? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ താരിഫ്. 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്തൊക്കെയാ? ഫസ്റ്റ് വൺ ക്വാട്ട, സെക്കൻഡ് വൺ monetary restriction, third one administrative and technical regulation, and fourth one government procurement policy. Let's start with the quota. ഇന്ത്യ ഒരു ഡിസിഷൻ കൊണ്ടുവരാണ്. എന്താണ് ആ ഡിസിഷന്റെ പ്രത്യേകത? 2024-25 ഫൈനാൻഷ്യൽ ഇയറിൽ ഇന്ത്യ ഡിസൈഡ് ചെയ്യാണ് വി വിൽ ഇമ്പോർട്ട് ഓൺലി 100 ബാരൽ ഓഫ് ക്രൂഡ് ഓയിൽ. ഇന്ത്യ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് വിചാരിക്കുക. ഫൈനാൻഷ്യൽ ഇയർ 2024-25 ഇന്ത്യ മാക്സിമം എന്ത് അനുവദിക്കുള്ളൂ? ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡ് ഓയിൽ 100 ബാരലേ പറ്റുള്ളൂ എന്നൊരു ഡിസിഷൻ എടുത്തു. എന്തായിരിക്കും സംഭവിക്കുക? ദി ഡിമാൻഡ് ഇൻ ഡൊമസ്റ്റിക് എക്കണോമീസ് ബിയോണ്ട് 100 ബാരൽ എന്താ ഉണ്ടാവുക? ഷോർട്ടേജ് ഉണ്ടാവും. കറക്റ്റ് അല്ലേ? ഇന്ത്യയിൽ ക്രൈസിസ് ഉണ്ടാവും. ശരിയാണോ? ഇത് ഇന്ത്യ ആവില്ല എടുക്കുക. ആരായിരിക്കും ഡിസിഷൻ ചിലപ്പോൾ എടുക്കുക? ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന UAEയോ ഖത്തറോ സൗദി അറേബ്യയോ ഇറാനോ ഇറാഖോ ഈ ഡിസിഷൻ എടുത്ത് എന്താ ഉണ്ടാവുക? മറ്റു പല രാജ്യങ്ങൾക്കും സഫീഷ്യന്റ് എമൗണ്ടിൽ എന്ത് കിട്ടില്ല? പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് പെട്രോളിയം കിട്ടില്ല. ലോകത്തിൽ മൊത്തത്തിൽ പെട്രോളിയത്തിന്റെ ഇൻഫ്ലേഷൻ സംഭവിക്കും. ക്ലിയർ ആണോ? ക്വാട്ട എന്ന് പറയുന്നത് ഒരു വർഷം ഒരു രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതോ എക്സ്പോർട്ട് ചെയ്യുന്ന കമോഡിറ്റി അല്ലെങ്കിൽ സർവീസസിന് ഒരു ലിമിറ്റ് കൊണ്ടുവരുന്നതിന് വിളിക്കുന്ന പേരാണ് ക്വാട്ട. ക്ലിയർ ആണോ? എന്താണ് ക്വാട്ട എന്ന് പറയുന്നത്? ഒരു വർഷം ഒരു രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതോ എക്സ്പോർട്ട് ചെയ്യുന്നതായ കൊമോഡിറ്റി അല്ലെങ്കിൽ സർവീസസിന് ഒരു ഫിക്സഡ് നമ്പർ ഫിക്സ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? ക്വാട്ട. ക്ലിയർ ആണോ? ഈ ക്വാട്ട എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിന് ടാക്സ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ അത് ആക്ച്വലി ഫ്രീ ട്രേഡിനെ കൺട്രോൾ ചെയ്യല്ലേ ചെയ്യുന്നത്? ഫ്രീ ട്രേഡ് എന്ന് പറയുന്ന സ്പിരിറ്റിനെ അഗെയിൻസ്റ്റ് അല്ലേ? ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് സിംപ്ലി കോൾഡ് നോൺ താരിഫ് മെഷേഴ്സ്. Second one, monetary restriction. Government may block the currency for exchange rate,
മേ മാൻഡേറ്റ് എക്സ്ചേഞ്ച് റേറ്റ് പെർമിറ്റ്. ഇതാണ് നമ്മൾ കറന്റ് അക്കൗണ്ട് കൺവെർട്ടബിലിറ്റിയിലും ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടബിലിറ്റിയിലും പറഞ്ഞത്. ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യണം ഒരു വർഷം ഇന്ത്യയില് 100 മില്യൺ US$ ആണ് റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സമ്മതിക്കുള്ളൂ എന്ന് RBI ഒരു സർക്കുലർ ഇറക്കി. എന്തായിരിക്കും സംഭവിക്കുക? ഇന്ത്യയിൽ നടക്കുന്ന മാക്സിമം ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്ന് പറയുന്നത് $100 മില്യൺ വരെ നടത്താൻ പറ്റുള്ളൂ. അതിന് മുകളിൽ നടത്താൻ വേണ്ടി പറ്റുമോ? ഇല്ല. എഗെയിൻ ടാക്സ് ആണോ? അല്ല. പക്ഷെ ട്രേഡിനെ അത് ബാധിച്ചില്ലേ? ഫ്രീ ട്രേഡിനെ ബാധിച്ചില്ലേ? വിച്ച് ഈസ് കോൾഡ് നോൺ താരിഫ് മെഷേഴ്സ്. സെക്കൻഡ് വൺ എന്താണ്? മോണിറ്ററി റെസ്ട്രിക്ഷൻസ്. തേർഡ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ടെക്നിക്കൽ റെഗുലേഷൻ. ഇത് നമുക്കധികം കേട്ട് പരിചയമുണ്ടാവില്ല. യൂറോപ്യൻ യൂണിയൻ പോലുള്ള രാജ്യത്തേക്ക് പല സാധനങ്ങളും എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് സാനിറ്ററി മെഷർ. മതി. സാനിറ്ററി മെഷർ എന്ന് പറയുമ്പോൾ അവർ രാജ്യത്തേക്ക് അല്ലെങ്കിൽ സൈറ്റോ സാനിറ്ററി PHYTO സൈറ്റോ സാനിറ്ററി എന്ന് പറഞ്ഞ വേറൊരു മെഷർ ഉണ്ട്. ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അവരുടെ രാജ്യത്തേക്ക് നമ്മളിപ്പോ ഒരു വെജിറ്റബിളോ ഫ്രൂട്ടോ അല്ലെങ്കിൽ നമ്മൾ മീറ്റ് പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർ അഡീഷണൽ റെഗുലേഷൻ വെക്കും. അതിൽ ചില കമ്പോണൻസ് ഉണ്ടാവാൻ പാടില്ല, ചില നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ചില വീടുകളൊക്കെ ഇതിൽ നാച്ചുറൽ ഉണ്ടാവാനുള്ള സാധ്യത, അതെല്ലാം ഒഴിവാക്കണം. അപ്പൊ അവർ ഇത്തരത്തിൽ ഒരുപാട് സാനിറ്ററി മെഷേഴ്സ് അല്ലെങ്കിൽ ഹൈജീൻ മെഷേഴ്സ് അവർ വെക്കും. ഈ ഹൈജീൻ മെഷേഴ്സ് വെക്കുമ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകൾ അവർ എന്ത് ചെയ്യും? റിജക്ട് ചെയ്യും. ഇത്തരത്തിൽ വെക്കുന്ന കൺട്രോളുകളെ വിളിക്കുന്ന പേരാണ് അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ടെക്നിക്കൽ റെഗുലേഷൻ. അപ്പൊ അൾട്ടിമേറ്റ്ലി എന്താ സംഭവിക്കാന്ന് അറിയോ? ഇന്ത്യയിലൊക്കെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് യൂറോപ്പിലേക്ക് അവർ പറയുന്ന ഏറ്റവും നല്ല ക്വാണ്ടിറ്റി സാധനങ്ങൾ, ക്വാളിറ്റി സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യും. ബാക്കി വരുന്നത് നമുക്കൊക്കെ തരും. മനസ്സിലാവുന്നുണ്ടോ കഥ എന്ന് പറയുന്നത്? അപ്പോൾ പെസ്റ്റിസൈഡ് അടിച്ചത്, കെമിക്കൽ അടിച്ചതൊക്കെ നമ്മൾ തിന്ന് രസാവും, അവർക്ക് നല്ലത് മാത്രമേ പോവുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ബേസിക് ഡിഫറൻസ് എവിടെ കാണാം? നിങ്ങൾ ഈവൺ ഒരു ഡയറി മിൽക്ക് തന്നെ ലുലുയുടെ ഉള്ളിൽ നിന്ന് വാങ്ങിയാലും പുറത്തൊരു കടയിൽ നിന്ന് വാങ്ങിയാലും ആ ടേസ്റ്റ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. പുറത്തെ കട എന്ന് പറഞ്ഞാൽ നല്ലൊരു കമ്പാരിസൺ തരം റിലയൻസിന്റെ ഉള്ളിൽ നിന്ന് മേടിച്ചാൽ മതി. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ലുലുവിന്റെ ഉള്ളിൽ നിന്ന് മേടിക്കുന്ന ഡയറി മിൽക്ക് മെൽറ്റ് ആവും പുറത്ത് വെക്കുമ്പോൾ. ഈ റിലയൻസിൽ നിന്ന് മേടിച്ചത് നമ്മൾ തല്ലിപ്പൊട്ടിച്ചാലും അതിനൊന്നും സംഭവിക്കില്ല. രണ്ടിനും ഒരേ പൈസയില്ല നിങ്ങൾ കൊടുക്കുന്നത്. വൈ ദാറ്റ് ക്വാളിറ്റി ഈസ് ഡിഫറെന്റ്. ലുലു കുറെയൊക്കെ അവരുടെ ഷോപ്പിൽ വിൽക്കുന്നത് എന്താണ്? എക്സ്പോർട്ട് ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് അവർ വിൽക്കുന്നത്. സെയിം പൈസക്ക് തന്നെയാണ് പുറത്ത് റിലയൻസിന്റെ ഷോപ്പിൽ നിന്ന്. അത് ഉഡായിപ്പാണ്. മനസ്സിലായോ? ആ ഒരു ഡിഫറൻസ് ക്രിയേറ്റഡ് ആവും. ഈ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ടെക്നിക്കൽ റെഗുലേഷൻ വരുമ്പോൾ ഹൈ ക്വാളിറ്റി. ഇതുപോലെ ടീ ലീവ്സ് ഒക്കെ നമ്മൾ വീട്ടിൽ ചായ കുടിക്കുന്നുണ്ടല്ലേ, എല്ലാ രാജ്യത്തേക്കും വിട്ടിട്ട് അവർക്കൊന്നും വേണ്ടാത്ത ടീ ലീവ്സ് ആണ് നമുക്ക് ഇവിടെ പാക്കറ്റിൽ തരുന്നത്. അൾട്ടിമേറ്റ്ലി എന്താ? അവരവിടെ എക്സ്പോർട്ട് ചെയ്യുന്ന അതേ പൈസയിലാണ് ഈ ടീയുടെ വേസ്റ്റ് പ്രൊഡക്റ്റ് ചായ എന്ന് മാർക്കറ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് യൂറോപ്പിലേക്ക് കൊടുത്ത് അവർ വാങ്ങുമോ? ഇല്ല. അവർക്ക് നല്ലത് വേണം അല്ലെ? ഇത്തരത്തിലുള്ള മെഷേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പേര് പറയുക? അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ടെക്നിക്കൽ റെഗുലേഷൻ എന്ന് പറയുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് പോളിസി. ഗവൺമെന്റ് ഈ വർഷം ഒരു പ്രത്യേക നിയമമായിട്ട് വരാം. നമുക്ക് ഓൾറെഡി ഉണ്ട് കേട്ടോ. WTOയിൽ നമുക്കൊരു ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ MSP എന്ന് പറയുന്ന ആശയം WTOയുടെ ഡിസ്പ്യൂട്ടിൽ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആശയം. MSP എന്ന് പറയുന്നത് എന്താ? അഗ്രികൾച്ചറിൽ ഞാൻ എടുക്കും, ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കും അടുത്ത ചാപ്റ്ററിൽ. MSP എന്ന് പറയുന്നത് ഫാർമേഴ്സിൽ നിന്ന് വീറ്റ് അല്ലെങ്കിൽ റൈസ്, ചില മില്ലറ്റ്, ഓയിൽ സീഡുകൾ, ഇത് ഗവൺമെന്റ് ഒരു പ്രത്യേക പൈസയിൽ പ്രൊക്യൂർ ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് MSP. എന്തിനാണ് പ്രൊക്യൂർ ചെയ്യുന്നത്? ഇത് പ്രൊക്യൂർ ചെയ്യുന്നത് ഗവൺമെന്റ് അല്ല, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് പ്രൊക്യൂർ ചെയ്യുന്നത്. അവരത് പ്രൊക്യൂർ ചെയ്ത് കയ്യിൽ വെക്കും. കയ്യിൽ വെച്ചിട്ട് എന്ത് തരും? നമുക്ക് പരിചയമുള്ള ഫെയർ പ്രൈസ് ഷോപ്പ്, റേഷൻ കടകളിലേക്ക് എത്തിച്ച് സബ്സിഡൈസ്ഡ് പ്രൈസിൽ നിങ്ങൾക്ക് തരും. കറക്റ്റ് ആണോ? അപ്പൊ ഗവൺമെന്റ് ഈ പ്രൊക്യൂർ ചെയ്യുന്ന ഒരു പോളിസി കൊണ്ടുവന്നതിന് എന്താ ഉണ്ടാവുക? പല പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളും ഗവൺമെന്റിന് അത് കൊടുത്ത് കൈയോടെ കാശ് വാങ്ങാൻ നോക്കും. പലപ്പോഴും എന്ത് ഡിസ്കറേജ്ഡ് ആവും? എക്സ്പോർട്ട് ഡിസ്കറേജ്ഡ് ആവും. ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഗവൺമെന്റ് MSP കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള സബ്സിഡിയും കൂടിയാണ്. ഇത്തരത്തില് ഗവൺമെന്റ് എടുക്കുന്ന പോളിസീസ് ട്രേഡിനെ ബാധിക്കും. ഇത് ട്രേഡിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞൊരു ഡിസ്പ്യൂട്ട് എവിടെ നടക്കുന്നുണ്ട്? WTOയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യ അതിന് കൊടുക്കുന്ന ലീഗൽ റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഫുഡ്
സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനുള്ള ഒരു സ്കീമാണ്. അല്ലാതെ ഞങ്ങൾ വേൾഡ് ട്രേഡ് നശിപ്പിക്കാൻ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങളുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം, റൈറ്റ് ടു ഫുഡ് എന്ന് പറയുന്ന ഒരു ആശയം ഇംപ്ലിമെന്റ് ചെയ്യാൻ മാത്രമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ് ഇത് പറയുന്നത്. ഒരു വർഷത്തെ മെയിൻസ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ആ വർഷം. ഇപ്പോ ഇന്ത്യയുടെ MSPയും WTOയും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട്. ഓക്കെ അല്ല? അപ്പൊ നമ്മളിപ്പോ എന്ത് കണ്ടു? ഫ്രീ ട്രേഡ് എന്ന് പറയുന്ന ഒരു ആശയത്തിനെതിരെ വർക്ക് ചെയ്യുന്ന ചില ഫിലോസഫീസ് കണ്ടു. WTO ആണെങ്കിൽ അവരെപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് ഏതൊരു ആശയമാണ്? ഫ്രീ ട്രേഡ് എന്ന് പറയുന്ന ഒരു ആശയമാണ്. ആ ഫ്രീ ട്രേഡിനെതിരെ വർക്ക് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫിലോസഫിയാണ് താരിഫ് മെഷേഴ്സും നോൺ താരിഫ് മെഷേഴ്സും. താരിഫ് ഈസ് ബേസിക്കലി കൺസേൺ വെൻ സം സോർട്ട് ഓഫ് ടാക്സസ്. നോൺ താരിഫ് എന്ന് പറഞ്ഞാൽ നോൺ ടാക്സ് മെഷേഴ്സ്. ഓക്കെ അല്ലേ? Let's come back to WTO discussion. WTOയുടെ ഒരു സ്ട്രക്ചർ. ദിസ് ഈസ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് WTO. ദി ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് WTO is called മിനിസ്റ്റീരിയൽ കോൺഫറൻസ്. ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ 2 വർഷവും കൂടുമ്പോൾ അത് WTO ഡിസൈഡ് ചെയ്യും. ഓക്കെ അല്ലേ? എല്ലാ WTOയിൽ 190 മെമ്പേഴ്സ് ഉണ്ട്. ആ 190 മെമ്പേഴ്സിൽ നിന്നും അവരൊരു ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ്സിനെ അല്ലെങ്കിൽ അവരുടെ ഒരു മിനിസ്റ്ററിനെ ഈ ഒരു കോൺഫറൻസിൽ പോകും. ദേ വിൽ ഡെലിബറേറ്റ്. ഇന്റർനാഷണലി ഫ്രീ ട്രേഡിനെ അഫക്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്യും. അവർ പല എഗ്രിമെന്റിലേക്ക് വരും. അവരത് വോട്ടിനിടും, പാസ്സാക്കും. ദി ഹയസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ബോഡി ഈസ് മിനിസ്റ്റീരിയൽ കൗൺസിൽ. ഇതിന് പുറമെ വേറെ 3 സ്ട്രക്ചറൽ ഡിവിഷനും കൂടി WTOക്ക് ഉണ്ട്. ഒന്ന് ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് ബോഡി, വേറൊന്ന് ജനറൽ കൗൺസിൽ ആൻഡ് ട്രേഡ് പോളിസി റിവ്യൂ ബോഡി. പേരുകൾ ഫെമിലിയർ ആവാടാ. ഇതിന്റെ ഫങ്ഷൻസ് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. 4 ഇമ്പോർട്ടന്റ് ഏജൻസി അല്ലെങ്കിൽ ഡിവിഷൻ ആണ് WTOക്ക് ഉള്ളത്. ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഈസ് കോൾഡ് മിനിസ്റ്റീരിയൽ കോൺഫറൻസ്.